നല്ല അടിപൊളി ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. ഉള്ളി നമുക്ക് ചോപ്പറിൽ കട്ട് ചെയ്തെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, ബീഫ് എന്നിവ എടുത്ത് മാറ്റി വെക്കാം. ബീഫിലേക്ക് ഉപ്പ്, ഉള്ളി, അല്പം തക്കാളി, അല്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവയൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 6 വിസിലടിച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനു വേണ്ടി ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അതേ എണ്ണയിൽ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി കൂടി ഫ്രൈ ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായി വാട്ടിയെടുക്കണം. ഉപ്പുമിട്ട് നന്നായി വാട്ടിയെടുക്കാം. 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്ന രീതിയിൽ നമുക്ക് എടുക്കാം. ഉള്ളി നന്നായി വഴറ്റി വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ബാക്കി കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും വഴറ്റിയെടുക്കാം. നേരത്തെ വേവിച്ച് വെച്ച ബീഫ് കൂടി ചേർത്ത് അതിലേക്ക് ബീഫ് മസാലപ്പൊടിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വീണ്ടും നന്നായി വേവിച്ചെടുത്ത് വെള്ളം വറ്റിച്ചെടുക്കാം. അരി നന്നായി കഴുകി മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, കറിവേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. അത് 2 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം എന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് അരി ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ചോറ് ദമ്മിട്ടെടുക്കാം. അതിനു വേണ്ടി മസാലയുടെ മുകളിൽ ചോറിട്ട് അതിൻ്റെ മുകളിൽ ഉള്ളി ഫ്രൈ ചെയ്തതിട്ട് കൊടുക്കാം. വീണ്ടും ചോറിടാം. അതുപോലെ 2-3 പ്രാവശ്യം ഉള്ളി ഫ്രൈ ചെയ്തതിട്ട് കൊടുത്ത് അടച്ചു വെച്ച് 10 മിനിറ്റ് ആവി കാത്തിയെടുക്കാം. കല്യാണ വീടുകളിലുമുള്ള അതേ രുചിയിൽ നിങ്ങൾക്കും ഉണ്ടാക്കാം ബീഫ് ബിരിയാണി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുക. പ്ലീസ് സപ്പോർട്ട് മൈ